അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഞങ്ങൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടും അല്ലാതെയും CPI ഒരു കാര്യം അന്നു മുതലേ അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിച്ച നിലപാട് ഗവർണറെ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ മേലെ അധികാര കേന്ദ്രത്തിൽ നിർത്തേണ്ട കാര്യമില്ല, അത് പിൻവലിക്കേണ്ടതാണ് എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ CPIയുടെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒക്കെ നിലപാടായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യമാണ്. അത് ഇപ്പോഴാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ പുറപ്പെടുന്നതിൻ്റെ അകത്ത് വലിയ കാര്യമില്ല, അത്രയേ ഉള്ളൂ. അവർ പറഞ്ഞിട്ടുണ്ട്, ആ പറയുന്നതിൽ ഞങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ തന്നെ നിലപാടത്, അത്രയേ ഉള്ളൂ. അതതിൻ്റെ അടുത്താണ് ഞാൻ ഇത്രയും പറഞ്ഞില്ലേ വിശദീകരിച്ചിട്ട്. ഇല്ല, ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ, CPIക്ക് ഒരു നിലപാടേ ഉള്ളൂ, CPMന് ഒരു നിലപാടേ ഉള്ളൂ. ഗവർണർമാരെ യഥാർത്ഥത്തിൽ പിൻവലിക്കേണ്ടതാണ് എന്നതാണ് ഞങ്ങളുടെ എല്ലാ നിലപാട്. പറഞ്ഞ മനസ്സിലായില്ലേ? മുമ്പേ അത് ഇപ്പോഴല്ല മുമ്പേയുള്ള നിലപാട് അതാണ്, ഇനിയുള്ള നിലപാടും അത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിവാദത്തിൽ CPM അത്ര ശക്തമായി ഗവർണർക്ക് രംഗത്ത് വരുന്നില്ല. ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത് ആദ്യം. പ്രസാദ് എന്ന മന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് ആ വാർത്ത വന്ന ഉടനെ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ മാങ്ങാട്ടുപറമ്പ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിൽ നിന്നാണ് പ്രതികരിച്ചത്. അവിടെ അവിടെ നിന്നാണ് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, വർഗീയവൽക്കരണത്തിൻ്റെ ഉപകരണമായിട്ട് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിലായാലും അല്ലെങ്കിൽ BJP വിരുദ്ധ ഗവൺമെൻറ്റുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും. അത് പൊതുവായിട്ട് പറഞ്ഞിട്ട് കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രമങ്ങളുണ്ട് അവരുടെ. അത് യൂണിവേഴ്സിറ്റി തലത്തിലുൾപ്പെടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഇതിൻ്റെ വേറൊരു പതിപ്പാണ് ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ. അത് പൊതുസ്ഥലമാണ്, നിയമസഭ പോലെ. അതുപോലെ തന്നെ നിയമസഭയ്ക്ക് പുറത്ത് വേണമെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലെ ഒക്കെ ഒരു പൊതു സ്ഥലമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണോ സംസ്ഥാന ഗവൺമെൻറ്റാണോ എന്നുള്ളതല്ല, അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പൊതുവിടമാണ്. ആ പൊതുവിടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. അത് ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ കൊടിയും പിടിച്ചിട്ട് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നിയമസഭകളിലേക്കെല്ലാം പോയാൽ എന്തായിരിക്കും സംഭവം ഉണ്ടാകുക? എന്നിട്ട് ആ കൊടി അവിടെ വെച്ചിട്ട് ആ കൊടീൻ്റെ മേലെയാണ് ഇനി എല്ലാവരും പുഷ്പാർത്ഥന നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? അസംബന്ധമാണത്. അതിനെയാണ് ഞാൻ ശക്തിയായിട്ട് വിമർശിച്ചത്. അത്തരത്തിൽ അവിടെ പുഷ്പാർത്ഥന നടത്തിയിട്ട് മാത്രമേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടത്താൻ അനുവദിക്കുള്ളൂ എന്ന നിലപാടിനോട് യോജിക്കാതെ പുറത്തു വന്ന് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിനെ അഭിനന്ദിക്കുന്നു എന്ന് ആ യോഗത്തിലാണ് ആദ്യത്തെ ആ പ്രതികരണത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് അപ്പോൾ ശരിയാണ്, ഇപ്പോൾ ശരിയാണ്.